നമുക്കൊക്കെ കാത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാളെ വെയിറ്റ് ചെയ്ത് നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. അയാൾ 5 മിനിറ്റ്, 10 മിനിറ്റ്, 1 മണിക്കൂർ, 2 മണിക്കൂറായി. അയാളെ കണ്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ ദേഷ്യമായി, സങ്കടമായി, നിരാശയായി. ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകും അല്ലേ. കഴിഞ്ഞ നാൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ആദ്യത്തെ ദിവസം കിടക്കാൻ കുഴപ്പമില്ലായിരുന്നു, കാരണം രോഗാവസ്ഥയിലായിരുന്നു. പിറ്റേ ദിവസമായപ്പോഴേക്കും പയ്യെ ഹീലായി കൊണ്ടുപോയിരിക്കുകയാണ്. അതിൻ്റെ പിറ്റേ ദിവസമായപ്പോഴേക്കും നമുക്ക് ടോട്ടലി ഹീലായി. പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം, മടുത്ത് 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 കിടന്ന് കിടന്ന് മടുത്ത് ആ രീതിയിൽ പറയും. അങ്ങനെയെങ്കിൽ ബൈബിളിൽ 38 വർഷമായിട്ട് തളർവാദ രോഗിയായി ഒരു കുളത്തിൻ്റെ കരയിൽ കിടന്നിരുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? സൗഖ്യത്തിന് വേണ്ടി. അവൻ സൗഖ്യപ്പെടുവാൻ വേണ്ടി അവിടെയുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദൂതൻ വന്ന് ആ കുളം കലക്കുന്ന സമയത്ത് ആരെങ്കിലും ആദ്യം അതിൽ ഇറങ്ങുകയാണെങ്കിൽ അവൻ സൗഖ്യമാവും. ഏത് രോഗമാണെങ്കിലും സൗഖ്യവും. പക്ഷേ ഇവൻ വർഷങ്ങളായി അവിടെ കാത്തു കിടക്കുകയാണ്. ദൂതൻ വന്ന് അവിടെ കുളം കലക്കുന്ന സമയത്ത് അവനെ ഇറക്കാൻ ആരുമില്ല. യേശു കർത്താവ് എൻ്റെ അടുക്കൽ വന്നപ്പോൾ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അങ്ങനെ, എന്നെ ആ സമയത്ത് ഇറക്കാൻ ആരുമില്ല. പക്ഷെ കർത്താവ് ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ? ഫസ്റ്റത്തെ ചോദ്യം നമ്മളോടും ചോദിക്കുക. നീ ഇത്രയും നാളും വെയിറ്റ് ചെയ്ത് മടുത്ത്, എന്നാലും നിനക്ക് മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ സൗഖ്യമുണ്ട്. അവിടെ പറയുക, നിൻ്റെ കിടക്കയും എടുത്ത് നടക്കുക. അത്രയും വർഷക്കാലം കാത്തിരുന്നവൻ അവിടെ കിടക്കയും എടുത്ത് നടന്ന് സൗഖ്യം പ്രാപിക്കുക. ഇതുപോലെ വെയിറ്റ് ചെയ്ത് മടുത്ത് നിരാശപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ കർത്താവ് നമ്മളോട് ഒരു ചോദ്യം ചോദിക്കണേ, ഇനിയും നിനക്ക് മനസ്സുണ്ടോ നിനക്ക് ഈ വിടുതൽ പ്രാപിക്കുവാൻ? ഇനിയും നിനക്ക് മനസ്സുണ്ടോ ഈ സൗഖ്യം പ്രാപിക്കുവാൻ? ഇനിയും നിനക്ക് മനസ്സുണ്ടോ ഇതിൽ നിന്ന് കരയേറുവാൻ? അങ്ങനെയെങ്കിൽ നീ അത്ഭുതം കാണും. വചനം പറയുന്നു, വിശ്വസിച്ചാൽ നീ അത്ഭുതം കാണും.